കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ വടക്കൻ യുപിയിലെ നോയിഡ, അതായത് ദില്ലിയുമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം, ഒരു വലിയ ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അനവധി ഫോറിൻ കമ്പനികൾ അടക്കം, ഫാക്ടറികൾ അടക്കം പ്രവർത്തിക്കുന്ന ഒരു വലിയ ഏരിയയാണ്. അവിടുത്തെ തൊഴിലാളികൾ ഒരു സമരം ആരംഭിച്ചു. ഹരിയാനയിലെ തൊഴിലാളികൾക്ക് അവിടുത്തെ മിനിമം വേതനവും മറ്റു കാര്യങ്ങളുമൊക്കെ അവിടുത്തെ സർക്കാർ ചർച്ച ചെയ്ത് അത് വർദ്ധിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഈ നോയിഡയിലും മറ്റും വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശമ്പള വർധനവ് വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരമായിരുന്നു. ആദ്യഘട്ടത്തിൽ സമാധാനപരമായി നടന്ന സമരം ഈ സമരത്തിന്റെ രീതിയിലേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമരക്കാരോട് പറഞ്ഞത് നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാം എന്ന് പറയുകയും സമാധാനപരമായ തീരേണ്ട ഒരു സമരം പെട്ടെന്ന് സംഘർഷത്തിലേക്കും കലാപത്തിലേക്കും വഴിമാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. വലിയ രീതിയിൽ തന്നെ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. കണ്ണീർ വാതകവും ലാത്തിച്ചാർജും ഒക്കെ നടത്തേണ്ടി വന്നു. 100 കണക്കിന് പേരാണ് കമ്പും വടിയും കല്ലുമൊക്കെയായി പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. അതായത് സമാധാനപരമായി നീങ്ങുന്ന ഒരു സമരം, സർക്കാർ ഇതിന് അനുകൂലമായി, ഈ സമരക്കാർ ഉന്നയിച്ച ആവശ്യങ്ങളോട് അനുകൂലമായി പെരുമാറുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ സമരം പെട്ടെന്ന് കലാപമായി മാറുകയായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, ഈ സമരത്തിൽ നിന്ന് 4 പാകിസ്ഥാനുമായി ബന്ധമുള്ള ISIയുമായി ബന്ധമുള്ള 4 പേരെ പിടികൂടിയതായിട്ട് തൊഴിൽ മന്ത്രി അനിൽ രാജ്ഭർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു കലാപമാക്കി മാറ്റുകയായിരുന്നു ഇവരുടെ ശ്രമം. 300ഓളം പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. CCTV മറ്റുമൊക്കെ നോക്കിയതിനു ശേഷമാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതായത് വലിയ രീതിയിൽ തന്നെ വികസന കുതിപ്പ് നടത്തുന്ന വിവിധ അന്താരാഷ്ട്ര കമ്പനികൾ അടക്കം വരുന്ന ഒരു വ്യവസായ കുതിപ്പ് ഏകുന്ന ഒരു സ്ഥലമാണ് നോയിഡ. UPയുടെ ഈ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താൻ ബോധപൂർവമായുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ കലാപം. ഇല്ല എങ്കിൽ യോഗി ആദിത്യനാഥ് ഇത് പറയുകയും അതിനു വേണ്ടിയിട്ടൊരു സമിതിയെ രൂപീകരിക്കുകയും ചെയ്തതിന് പിന്നാലെ ആയിരുന്നു ഇതൊരു കലാപമായി മാറിയത്. ഏതായാലും ഈ കലാപത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായിട്ട് മറ്റൊരു സമിതി കൂടി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? കാരണം സമരക്കാരുമായി സംസാരിക്കുകയും അവരുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇത് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സംശയം പുറത്തുനിന്നുള്ളവരാണോ എന്ന്. അതിനിടയിലാണ് ഈ 4 പേരെ, പാകിസ്ഥാനുമായി ബന്ധമുള്ള, അവിടുത്തെ ISIയുമായി ബന്ധമുള്ള 4 പേരെ കൂടി മീററ്റിൽ നിന്നും നോയിഡയിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തതോടുകൂടിയാണ് ഇതിന്റെ ചുരുൾ അഴിഞ്ഞു തുടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.